ഇൻവെസ്റ്റ്മെന്റിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് സംരംഭത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. ഏറ്റവും കുറഞ്ഞത് 25,000 രൂപ മാത്രമാണ് ഇതിന് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് വരുന്നത്. നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് പേന നമുക്ക് എങ്ങനെ മാർക്കറ്റിൽ സെയിൽ ചെയ്യാം. പേന സെയിൽ ചെയ്യാൻ അത്ര വലിയ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഒന്നും ആവശ്യമില്ല. പക്ഷെ അതിന് എത്ര രൂപയാണ് ചെലവ്, എത്ര രൂപയാണ് പ്രോഫിറ്റ് വരുന്നത്, ഏതെല്ലാം രീതിയിൽ നമുക്ക് മാർക്കറ്റ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അഡാപ്റ്റർ ഫില്ലിംഗ് മെഷീൻ, ടിപ്പ് ഫില്ലിംഗ് മെഷീൻ, ഇങ്ക് ഫില്ലിംഗ് മെഷീൻ, സെൻട്രിഫ്യൂജ് മെഷീൻ, ഈ 4 മെഷീൻസ് ആണ് നമുക്ക് ആവശ്യം. ഏകദേശം 20,000 രൂപയുടെ ഉള്ളിൽ തന്നെ നമുക്ക് ഈ 4 മെഷീൻസും വാങ്ങാൻ പറ്റും. ഇനി ഇതിന് വരുന്ന റോ മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ റീഫില്ലർ ഒരു 50 പൈസ വരും. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് അഡാപ്റ്ററിന് ₹1.50 ഏകദേശം ചെലവ് വരും. പിന്നെ ക്യാപ്പിന് ഒരു 50 പൈസ വരും. പിന്നെ അതിന്റെ മെറ്റൽ ടിപ്സിന് 20 പൈസ വരും. ഇതെല്ലാം നമ്മൾ ഹോൾസെയിലായിട്ട് ഒരുപാട് ബൾക്ക് എടുക്കുമ്പോൾ ഇതിലും കുറയാൻ ചാൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇങ്ക് 1 കിലോ, അങ്ങനെ കിലോ കണക്കിനാണ് നമുക്ക് ഇങ്ക് മേടിക്കാൻ കിട്ടുക. 1 കിലോ ഏകദേശം 200 രൂപ, 250 രൂപ. ക്വാളിറ്റിക്ക് അനുസരിച്ച് അതിന്റെ ചെറിയ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേരിയേഷൻസ് ഉണ്ടാവും. അപ്പൊ നമുക്ക് ഒരു ദിവസം 1000 പേന നിർമ്മിക്കണമെന്നുണ്ടെങ്കിൽ 800 രൂപയാണ് അതിന് ചെലവ് വരാം. 1000 പേനയ്ക്ക് 800 രൂപയാണ് നമ്മൾ ചെലവ് വരാം. അപ്പോൾ നമുക്ക് ഒരു മാർക്കറ്റിൽ നമ്മൾ ഈ 1000 പേന ഒരു ദിവസം സെയിൽ ചെയ്യുകയാണെങ്കിൽ 1500 രൂപ വരെ നമുക്ക് കിട്ടും. അപ്പൊ നമുക്ക് ഏകദേശം ഒരു ദിവസം 700 രൂപ നമുക്ക് ലാഭം ഉണ്ടാക്കാൻ പറ്റും. ഈ രീതിയിൽ സെയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 700 രൂപയുടെ മുകളിൽ നമുക്ക് ലാഭം ഉണ്ടാക്കാൻ പറ്റും. അതായത് 20,000 രൂപയുടെ മെഷീൻസ് വെച്ച് നമ്മൾ ഈ രീതിയിലുള്ള റോ മെറ്റീരിയൽസ് മേടിച്ച് നമ്മൾ 1000 പേന ഒരു ദിവസം ഉണ്ടാക്കുകയാണെങ്കിൽ 700 രൂപ വരെ, അതായത് 1500 രൂപയ്ക്ക് നമുക്ക് ഈ 1000 പേനയും ഹോൾസെയിലായിട്ട് കൊടുക്കുകയാണെങ്കിൽ 700 രൂപ വരെ നമുക്ക് ലാഭം ഉണ്ടാക്കാം. നമുക്ക് ഇതിന് ഒരുപാട് മെഷീൻസ് അവൈലബിൾ ആയിട്ടുണ്ട്. അതായത് മാനുവൽ മെഷീൻസ് ഉണ്ട്, നേരത്തെ പറഞ്ഞ പോലെ 4 മെഷീൻസ് ആയിട്ട് വരുന്നുണ്ട്. ഇനി ഒറ്റ മെഷീൻ ആയിട്ട് വരുന്നുണ്ട്, ഹൈഡ്രോപോളിക് മെഷീൻ, ഫുൾ ഓട്ടോമാറ്റിക് മെഷീൻ. അതിന് നമുക്ക് ഏകദേശം 3 ലക്ഷം രൂപയോളം ചെലവ് വരുന്നുണ്ട്. പക്ഷെ അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 1 മണിക്കൂർ 1500 പേന വരെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ ഒരു ദിവസം കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന 1000 പേന നേരത്തെ 20,000 രൂപയുടെ മെഷീൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു ദിവസം 1000 പേന വരെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. എന്നാൽ ഈ മെഷീൻ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനുള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മെഷീൻ മേടിക്കാം. പക്ഷെ ഇതിന്റെ ഒരു ഇൻവെസ്റ്റ്മെന്റ് മാത്രമേ നമുക്ക് അവിടെ ഉള്ളൂ. പിന്നെ നമുക്ക് കിട്ടുന്നതെല്ലാം നമ്മുടെ ലാഭമാണ്. കാരണം വേറെ ഒന്നും അതിൽ ഇൻവെസ്റ്റ് ചെയ്യാനില്ല. ഇപ്പൊ 3 ലക്ഷം രൂപയുടെ മെഷീൻ മേടിക്കുകയാണെങ്കിൽ നമുക്ക് ഒറ്റ മണിക്കൂറിനുള്ളിൽ 1500 പേന വരെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് ഒരു പേനയ്ക്ക് ചെലവ് വരാൻ 4 രൂപയാണ്. ആ ഒരു പേന നമ്മൾ മാർക്കറ്റിൽ കൊടുക്കുക 7 രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ 7 രൂപയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പേനയ്ക്ക് ലാഭം 3 രൂപ വരുന്നു. ആ 3 രൂപ ലാഭം വെച്ച് 1500 പേന നമ്മൾ സെയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു ദിവസം 4500 രൂപ വരെ ഉണ്ടാക്കാൻ പറ്റും. അതായത് 4 രൂപ ചെലവ് വരുന്ന പേന നമ്മൾ 7 രൂപയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ 1500 പേന നമ്മൾ ഒരു ദിവസം സെയിൽ ചെയ്യുകയാണെങ്കിൽ 4500 രൂപ നമുക്ക് ലാഭം ഉണ്ടാക്കാൻ പറ്റും. ഇത് തന്നെ 12,000 പേന നിങ്ങൾ സെയിൽ ചെയ്യുകയാണെങ്കിൽ ഒറ്റ മാസം കൊണ്ട് നിങ്ങൾ 12,000 പേന സെയിൽ ചെയ്യുകയാണെങ്കിൽ 36,000 രൂപ വരെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇത് നമുക്ക് ലോക്കൽ മാർക്കറ്റുകൾ കൊടുക്കാം, ഹോൾസെയിൽ ഡീലേഴ്സ് വഴി കൊടുക്കാം. അതിലും പുറമെ നമുക്ക് ഓൺലൈൻ ത്രൂ സെൽ ചെയ്യാം. പിന്നെ ഗൂഗിൾ ബൈ ബിസിനസ്സിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതുവഴി ഓർഡേഴ്സ് വരാനും ചാൻസ് ഉണ്ട്. അപ്പൊ ഇത്രത്തോളം മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ഇതിന് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പൊ ഇതുപോലെയുള്ള മാർക്കറ്റിംഗ് ഐഡിയകൾക്ക് വേണ്ടിയും ബിസിനസ് ഐഡിയകൾക്ക് വേണ്ടിയും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കരുത്.